ഇയാളെന്താടി എണീക്കാത്തെ? എടി, ഈ കോമാ സ്റ്റേജിൽ വല്ലതും ആയോ? കർത്താവേ, ഡോക്ടറായി ഒരാളെ രക്ഷിക്കുന്നതിന് പകരം ഞാൻ ഒരാളുടെ ജീവിതം തകർത്താ. അതെ, തകർത്തു. നീ അയാളുടെ ജീവിതം തകർത്തു. അതും നീ ഒരു ഡോക്ടർ ആകുന്നതിന് മുമ്പേ. അയാൾക്ക് എന്തോരോ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കുടുംബം, ഭാര്യ, കുട്ടികൾ, ഇതൊക്കെ അയാളും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? അതങ്ങനെ കണക്കറിയാം. ചിലപ്പോ അങ്ങനെ കെട്ട് കഴിഞ്ഞതാണല്ലോ. ഇപ്പൊ ഒന്നിനെ ഞാൻ മനുഷ്യന്റെ ഫ്ലോ കളയാനായിട്ട്. ഇനിയിപ്പോ അങ്ങേർക്ക് കുടുംബം കുട്ടികളും ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ ഈ പാപി. നിന്റെ കർത്താവ് പോലും പൊറുക്കിയാലടി നിന്നോട്. അയ്യോ, അപ്പോൾ ജയിലിൽ പോയില്ലേ? നീ മേടിക്കണ്ട പറയൂ. ഞങ്ങൾ എല്ലാ ആഴ്ചയും നിന്നെ വന്ന് വിസിറ്റ് ചെയ്യണ്ട് അല്ലേടി ആറു? അതെ, ഇല്ലേ പിന്നെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? പറഞ്ഞത് അങ്ങോട്ട് കേറിപ്പോണു രണ്ടും കൂടി. അല്ല, നീ നേരത്തെ അടിച്ച ഡയലോഗ് ഏത് സീരിയലിലുള്ളതാടി? ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത കുറുമ്പിയുടെ കാന്താരൻ എന്റെ സ്വന്തം സീരിയലിലുള്ളതാ. ഞാനുണ്ട് കൊള്ളല്ലേ? എന്റെ മോളെ, കഴിവേറി എന്ന് പറഞ്ഞ നീയൊക്കെ അടി കഴിവേറി. അങ്ങനെയൊന്നുമില്ല എടി. അയാൾ കണ്ണോർന്നു. ആരോടാ? താനെന്താടോ വായ കൊണ്ട് മാർഗം കളി കളിക്ക്? താനെന്താടോ പൊട്ടനാ? അയ്യോ, ഇത് ശരിക്കും ഉമ്മയാണോ? കർത്താവ്, കൂട്ടത്തിൽ ഒന്നുപോലും ഇല്ലേ ബുദ്ധിയുള്ളത്? ഓ സോറി ചേട്ടായി, ഉമ്മയാണ് അത് പറഞ്ഞാ പോരെ. നീയൊക്കെ എന്താ മണ്ടികളാടി? ഭാഗ്യം, ഒരാളിലുണ്ടല്ലോ അന്തമുള്ളത്. എന്ത്? അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അയാൾ ഊമയാണെന്ന് പറയാ? കർത്താവെ, ഇതിപ്പോ വന്നതും നിന്നതും പോയതും ഒക്കെ കണക്കാണല്ലോ. അത് ശരിയല്ലേ? സോറി ചേട്ടായി. ഇടി, വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചേക്കല്ലേ? ഞാനത് മറന്നു. തനിക്കൊന്ന് തുറന്ന് പറഞ്ഞോട്ടോ പ്ലാസ്റ്റർ ഊരാൻ. വായില് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് നാവിട്ട് ചലക്കാൻ ഞാനെന്താ വല്ല പല്ലിയാണോ? താനെന്താ മണ്ടനാടോ? വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചാ ഏതെങ്കിലും പല്ല് ചലക്കോ? അല്ല, ഏതെങ്കിലും പല്ല് വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കോ? എടീ, അയാള് ഇൻഡയറക്റ്റായി നമ്മളെ മണ്ടികൾ എന്ന് വിളിച്ചതല്ലേ? ഭാഗ്യം, അതേലും മനസ്സിലായല്ലോ. ഞങ്ങളെ വീട്ടിൽ കക്കാൻ വന്നിട്ട് ഞങ്ങളെ തന്നെ അപമാനിക്കുന്നു. കൊടുക്കടി മറിയോ ഒന്നും കൂടി. മറിയോ, പോലീസിനെ വിളിക്കും. ആ, വിളിക്ക്. എന്നിട്ട് വേണം എനിക്കൊരു പരാതി കൊടുക്കാൻ. എന്തു പരാതി? സ്വന്തം താമസിക്കുന്ന വീട്ടിൽ വന്നതിന് കൊല്ലാൻ ശ്രമിച്ചു എന്നും പറഞ്ഞു. താൻ താമസിക്കുന്ന വീടാ ഇത്? ഞങ്ങള് നല്ല അന്തസ്സായി വാടക കൊടുത്ത് താമസിക്കുന്ന വീടാ. അത് താഴത്തെ നിലയല്ലേ, മുകളിലത്തെ നിലയോ? ഞങ്ങൾ പറഞ്ഞോടാ. എന്നാ കേട്ടോ, ഇതിന്റെ മുകളിലത്തെ നിലയിലാ ഞാൻ താമസിക്കുന്നത്. പിന്നെ താൻ എന്തിനാടോ ഞങ്ങളുടെ ഫ്ലോറിലേക്ക് വന്നത്? കറണ്ട് പോയപ്പോ കുറെ അലർച്ചകൾ കേട്ടു. അതെന്താന്ന് നോക്കി വന്നതാ. അത് ഇത്ര വലിയ കുരിശാവെന്ന് ഞാൻ ഓർത്തില്ല. അതിന് താൻ എന്തിനാടോ കിടന്ന് അലർന്നേ? ചോദിക്കാതെ പറയാതെയും ഒരാൾ വീട്ടിലേക്ക് കയറി വന്നാ പിന്നെ ഞങ്ങൾ പാലും പഴവും കൊടുത്ത് സൽക്കരിച്ചു നിർത്തണോ? ഞങ്ങള് കള്ളനാണെന്ന് കരുതി അതിൽ തന്നെ ഒരു തെറ്റ്? ഒരു തെറ്റുമില്ല, എന്നൊന്ന് അഴിച്ചുവിട്. അയച്ചുവിട് തന്നെയാണ്, അല്ലാതെ അവിടെ തന്നെ ആരും കേട്ടാനൊന്നും പോണില്ല. തന്റെ പറച്ചിലായിട്ടാ തോന്നുന്നല്ലേ ഞങ്ങള് തന്റെ തന്തയുടെ വീട്ടിലാണ് ഇരിക്കുന്നതെന്ന്? അതേടി, എന്റെ തന്തയുടെ വീട്ടിൽ തന്നെയാ. എന്താണ്? എന്റെ തന്തയുടെ വീട് തന്നെയാണ് ഇതെന്ന്. അതിനിപ്പോ എന്താ, ഞങ്ങൾ നല്ല അന്തസ്സായി വാടക കൊടുത്ത് അവിടെ നിൽക്കണം. ഇനി നീയൊക്കെ ഇവിടെ നിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്നൊന്ന് കാണണല്ലോ. മാളിയേക്കല് ജോസഫിന്റെ മോൾ ഈവാമറിയാണ് പറയുന്നത്. താൻ ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ കുറെ ഞൊട്ടും. അതെ, ഞങ്ങൾ 5 മാസത്തെ വാടക അഡ്വാൻസ് കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്.
പേടിച്ചു പോയി. പേടിക്കണം അവൻ. അതെ, പേടിപ്പനി പിടിച്ചു. ആരൊന്നും പിടിക്കാൻ പോലും ഇല്ലാതെ പെട്ട് പെടാപ്പാട് പെട്ടു. ഒന്നിനും പറ്റാതെ അവസാനം പോണ്ടിലൂടെ കയറി ചാവൻ. കുറച്ച് വെള്ളം കുടിക്ക്. താങ്ക്സ്. എന്നിട്ട് പോയി കടന്നുറങ്ങാം. ഞാൻ നടുക്ക്, ഞാൻ തലക്ക്, എന്നാ ഞാൻ മടക്ക്. ചിരിക്കണായിരിക്കും. അല്ല, ഞാനൊരു ഗ്യാപ്പ് കണ്ടപ്പോ കൊള്ളില്ലല്ലേ? കൊള്ളില്ലെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും ദാരിദ്ര്യം. താങ്ക്സ്. എന്നാ ഇനി കിടക്കാം. അതെ, ഇന്നൊന്നും ഇറങ്ങൂ രണ്ടും. ദാ വരുന്നു. അല്ല, മറിയുന്തേ? ഇന്നലത്തെ നാണക്കേട് അപ്പാടെ മാറ്റണം, അതോടെ ഞാൻ എന്റെ ലുക്ക് മാറ്റാൻ പോവാ എന്നും പറഞ്ഞു പോയതാ. പിന്നെ അങ്ങോട്ട് കണ്ടില്ല. അത് ശരി. ഇനി എന്ത് പേക്കോലം കിട്ടിയിട്ടാണോ വരുന്നത്? മറിയൂ, ഒന്ന് വേഗം വാടി. എന്റെ ഒരു ഇത് സൗന്ദര്യം കൂടിപ്പോയോ ചേട്ടാ? കുറച്ചധികം. ഇതുപോലെ അങ്ങ് വയലിൽ കൊണ്ടുപോയി കുത്തിയ ആ വയലിലുള്ള നോക്കുകുത്തി പോലും ഒന്ന് സ്വയം അഭിമാനിക്കും. അത്രക്ക് കുറവായിട്ടുണ്ടോ? പോയി മാറ്റെടുത്തോണ്ടാടി. കർത്താവേ, ഇനി എന്നെ നാട്ടിക്കരുതേ. അതിന് നാറാഞ്ഞാലും ബാക്കിയുണ്ടോ? മറിയോ, ചുറ്റൊന്ന് നോക്കിക്കോ. ഇന്നലെ പനി നേരെ വരാത്ത സ്ഥിതിക്ക് ഇന്ന് ചിലപ്പോൾ നേരിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് പ്രതീക്ഷിക്കാതെ വരുമ്പോ എനിക്ക് എന്റെ കുടുംബക്കാരെ ഓർമ്മ വരും. അതെന്താ? അവരും പറയാതെ വരിക, അതും 8 പണികളുമായിട്ട്. ഓ അങ്ങനെ. എന്നാ ക്ലാസ്സിൽ പോകാം. അല്ല, നമുക്കൊരു ഗ്രൂപ്പ് എന്തുണ്ടായിരുന്നല്ലോ? അയ്യോ, അത് പറ്റ മറന്നു. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. അത്തള പിത്തള തവളാച്ചി, മറിയുന്റെ പല്ല് മൊയിലും പല്ല്, അയറുന്റെ ചുണ്ടോ താറാവ്, സരസുന്റെ തലയോ ട്യൂബ്ലൈറ്റ്, എടുത്തോ പിടിച്ചോ അയ്യപ്പ, പാരയാണേ പഠിച്ചോനെ, ഞങ്ങളുടെ മാത്രം കർത്താവ്, ഞങ്ങളെ മാത്രം കാത്തോനെ, വി ആർ ദി 3 ക്യൂൻസ്. ഇനി പോകാം. കുഞ്ഞുങ്ങളെ, ആവശ്യക്കുനം ബാക്കിൽ നിന്ന് വിളിച്ചു. തിരിഞ്ഞു നോക്കാണ്ട പോയാലോ? വേണ്ടടി, സീനിയേഴ്സ് ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് എന്തായാലും പോയി, സെക്കൻഡ് ഡേ കൂടി കളയണോ? ശരിയാ. പിന്നെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. എന്നാ അങ്ങോട്ട് പോകാം. എന്താ ചേട്ടന്മാരെ, നിങ്ങൾക്കെന്താടി വിളിച്ചാ വരാനൊരു മടി? അങ്ങനൊന്നുമില്ല. എന്നാലും നിങ്ങൾക്കൊരു ബഹുമാനക്കുറവില്ലേ? അങ്ങനൊക്കെ തോന്നിയോ? ഒരിക്കലുമില്ല. ഞങ്ങൾ സീനിയേഴ്സിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന കുഞ്ഞാടുകളാണ്. മക്കള് വല്ലാണ്ട് ഓവറാക്കി ചളാക്കണ്ട. അതന്നെ. പിന്നെ ഇന്ന് നമ്മളെ ഫസ്റ്റ് മീറ്റിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് റാങ്കിങ്ങിൽ ഒരു ഇളവുണ്ട്. അതുകൊണ്ട് നീ ഒരു പാട്ട് അടിക്കേ. ഞാനോ? ആ, നീ എന്നെ. എന്നാ ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പ് ആന്തം പാടട്ടെ. നിങ്ങൾക്ക് ഗ്രൂപ്പ് ആന്തൊക്കെ ഉണ്ടോ? എന്നൊന്ന് കേക്കട്ടെ. അത്തള പിത്തള തവളാച്ചി, മറിയുന്റെ പല്ല് മൊയിലും പല്ല്, അയറുന്റെ ചുണ്ടോ താറാവ്, സരസുന്റെ തലയോ ട്യൂബ്ലൈറ്റ്, എടുത്തോ പിടിച്ചോ അയ്യപ്പ, പാരയാണേ പഠിച്ചോനെ, ഞങ്ങളുടെ മാത്രം കർത്താവേ, ഞങ്ങളെ മാത്രം കാത്തോണേ, വി ആർ ദി 3 ക്യൂൻസ്, വി ആർ ദി 3 ക്യൂൻസ്. come on everybody, come on, yes, come on everybody. നിർത്തിയിരുന്നു. എന്താ ഇത്? ഡാടാ, എന്താടാ ഇവിടെ?
യോ ദേവേട്ടൻ, ഒന്നുമില്ലേട്ടാ, ഞങ്ങൾ ഇവരോട് നോക്കിപ്പോണേന്ന് പറയായിരുന്നു അല്ലേടാ? അതെ അതെ, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാ ഞങ്ങൾ എങ്ങനെ സഹിക്കും ദേവേട്ട, എങ്ങനെ സഹിക്കും? ഒന്നുമില്ലേലും ഞങ്ങള് പെങ്ങന്മാരല്ലേ ഇവരെല്ലാം. പെങ്ങന്മാരും വീട്ടിലുള്ള ഒരാങ്ങളെ കൊണ്ട് നീതിക്ക് പുറത്തില്ല, അപ്പ പുറത്തുനിന്ന് പറയാം. മോനെ രമണ, വല്ലാണ്ട് പതിപ്പിക്കല്ലേ നീ. രമണനോ? അതൊന്നുമില്ല. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ചെല്ല് ചെല്ല്. അല്ല, ഇന്നും ക്ലാസ് കയറുന്നിട്ടേ? പോവായിരുന്നു, അപ്പഴാ അവര് വിളിച്ചേ. ഏട്ടന്റെ പേരെന്താ? എന്തിനാ, ഇന്നലത്തെ പോലെ ആട്ടാനാ? ഏ അത് ഞാൻ ഇന്നലെ ചുമ്മാ ആറ്റിറ്റ്യൂഡ് ഇട്ടതല്ലേ. ദേവ്, തിലകൻ ദേവ്. തിലകൻ എന്ന് പറയുമ്പോ നടൻ തിലക സാറിന്റെ കൊച്ചുമോല്ലതാണോ? അല്ല, അതെന്റെ അച്ഛൻ വലിയ തിലകൻ ഫാനായിരുന്നു, അങ്ങനെ വേണത് ആ പേര്. ഓ, അല്ല, നിങ്ങളൊക്കെ പേരെന്താ? ഞാൻ ഇവാ മറിയ, ഇത് ആയിരു നൈറ ഖാലിദ്, ഇത് ചാർവി. അതെന്താ ഇവക്ക് മാത്രം വാലില്ലാത്തൊരു പേര്? അയ്യോ, അവളെ വാലാ പേര്. സരസ്വതി ചാ, അതാ മുഴുവൻ പേര്. പക്ഷെ അവൾക്ക് സരസ്വതി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അതെന്താടോ, നല്ല പേരല്ലേ, സരസമ്മേന്ന് വിളിക്കുമ്പോ എന്താ ഫീല്? ഇവനെ അങ്ങ് തപ്പിയാലോ. മിണ്ടാണ്ടിരിക്കും. പിന്നെ ഇന്നലെ ഞാൻ ചൂടായ ചേട്ടനെന്റെ. എന്റെ പൊന്നു മോളെ, ദയവ് ചെയ്ത് അവനായിട്ട് മാത്രം പ്രശ്നത്തിന് പോരുത്. അവന് ദേഷ്യം വന്ന മുന്നിലിരിക്കുന്നത് സ്വന്തം തന്തയാണെന്ന് പോലും അവനില്ല. എനിക്കിത് സോറി പറയാനാ. അതൊന്നും വേണ്ട എന്റെ കൊച്ചെ. ഇനി താനെങ്ങാനും അവന്റെ മുൻപ് പെട്ട അവൻ തന്നെ ചിലപ്പോ വലിച്ചു കീറും. ക്ലാസ്സിൽ പോക്കോ, സമയം ഒരുപാടായില്ലേ. ബൈ ചേട്ടാ. ബൈ 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 സരസമ്മേ. ഇവനെയൊന്നും ഞാൻ സരസു എന്താടി അങ്ങേർക്ക് നിന്നോട് എന്നതൊക്കെ ഇല്ലേ? അങ്ങേർക്കല്ലൊരു ചക്ക വലിയ വലിയത് മാങ്ങിയാക്കണോ? ഓ വേണ്ടായേ, ക്ലാസ്സിലോട്ട് അങ്ങ് എഴുന്നള്ളിയാലും. Hello students, myself Murali Damodar. I'm your anatomy professor. So ഇന്ന് മുതൽ നമ്മളെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. Hope you all will have a wonderful experience here. All the best all. പിന്നെ നമ്മുടെ ലാബിൽ ഹെൽപ്പ് ചെയ്യാൻ 2 ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവും. അവരിവിടെ സ്കോളർഷിപ്പിന് വന്നവരാണ്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു സിദ്ധാർത്ഥ് ദാസ്. ക്ലാസ് എടുക്കുന്നത് അങ്ങേരത്തിലാണ്ടി. രാവിലെ എത്തിയത്, അച്ഛൻ വിളിച്ച് പറഞ്ഞായിരുന്നു. ഓഹ്, എന്തൊക്കെ ഒരു ഭാഗ്യം. സ്വന്തം ചേട്ടന്റെ കൂടെ ശവങ്ങളൊക്കെ കുത്തിക്കിറാനുള്ള അവസരം എന്നൊക്കെ പറയുമ്പോ ലൈഫ് തന്നെ. താങ്ക്സ്. And Adam Philip. കർത്താവ്, എന്റെ പെട്ടിക്കുള്ള ആണിയല്ലേ വരുന്നത്. ഈശ്വരാ, ഇങ്ങനെ സാറായിരുന്നു. പടച്ചോല്, ജീവിതം മൂഞ്ചി.